1990 ശ്രീ വേണു നാഗവള്ളിയുടെ സംവിധാന മികവിൽ നടൻ മണിയമ്പിള്ള രാജ് നിർമ്മിച്ച ഒരു മനോഹര ചിത്രമായിരുന്നു ഏയ് ഓട്ടോ. 90കളിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ദാരിദ്ര്യത്തിൻ്റെ പച്ചയായ മുഖങ്ങളിൽ ഹാസ്യം, പ്രണയം, ആക്ഷൻ ഇവ മൂന്നും സമമായി ചേർത്ത് വെള്ളിത്തിരയിലേക്ക് പകർത്തിയപ്പോൾ മലയാളികൾ നെഞ്ചിലേറ്റിയത് തങ്ങളുടെ പ്രിയപ്പെട്ട ലാലേട്ടനെയും നടി രേഖാ ഗണേശനെയുമായിരുന്നു. ഈ ചിത്രത്തിലെ ഒരു മനോഹര ഗാനത്തിൽ ഗായിക സുജാതയോടൊപ്പം മോഹൻലാൽ തൻ്റെ സ്വന്തം ശബ്ദത്തിൽ പാടി അഭിനയിച്ചു എന്നത് മലയാളികളായ സിനിമാ പ്രേമികൾക്ക് ആസ്വാദനത്തിന്റെ ഒരു പുത്തൻ അനുഭവം തന്നെയായിരുന്നു. നായികയായ കോളേജ് കുമാരിക്ക് നിഷ്കളങ്കനും സത്യസന്ധനുമായ തൻ്റെ ഓട്ടോ ഡ്രൈവറോട് തോന്നുന്ന പൈങ്കിളി പ്രണയത്തിൽ കുറച്ച് ഇംഗ്ലീഷ് ഗ്രാമറും മേമ്പൊടിയായി ചേർത്ത് കേരളത്തിലെ കൊട്ടകളിലെ വെള്ള പൂശിയ സ്ക്രീനുകളിൽ സുധിയുടെയും മീനിക്കുട്ടിയുടെയും പ്രണയ സല്ലാപങ്ങൾ നിറഞ്ഞാടിയപ്പോൾ AEIOU എന്ന് തുടങ്ങുന്ന ഇതിലെ മനോഹര ഗാനം കേരളത്തിലെ സ്കൂൾ കുട്ടികൾ പോലും മനഃപ്പാഠമാക്കി എന്നതാണ്. ഇംഗ്ലീഷിലെ വൊവൽസ് ഏതെന്ന് വളരെ കൃത്യമായി സുധിയെ മീനിക്കുട്ടി പഠിപ്പിക്കുന്നതാണ് ഗാനരംഗം. എന്നാൽ വെറും ഒരു ഓട്ടോ ഡ്രൈവറായ സുധി വൊവൽസ് എന്ന വാക്ക് ആദ്യമായി പ്രയോഗിക്കുന്നത് വവ്വാൽ എന്നാണ്. ഒരു കണക്കിന് വവൽസ് എന്നതിന് സുധി വവ്വാൽ എന്ന് പറഞ്ഞതിൽ തെറ്റ് പറയേണ്ടതില്ല. കാരണം ഈ AEIOU അല്ല ഇംഗ്ലീഷിലെ യഥാർത്ഥ വവൽസ്. ഇംഗ്ലീഷിൽ 5 അല്ല 12ഓളം വവൽസ് ഉണ്ട്. അവ വേറെ തന്നെ പഠിക്കേണ്ടതുമുണ്ട്. അപ്പം പിന്നെ നമ്മൾ ഇത്രയും നാളും പഠിച്ച ഈ AEIOU എന്താ പറയുക? ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ്സ് ഉള്ള നാടല്ലേ നമ്മുടേത്. അതായത് ഇവ വെറും ഡ്യൂപ്ലിക്കേറ്റ്സ് മാത്രമാണ്. ഒറിജിനൽ വവൽസ് വേറെ തന്നെയാണ്. യഥാർത്ഥത്തിലുള്ള വവൽസിനോട് സാമ്യമുള്ള ഇംഗ്ലീഷ് ലെറ്റേഴ്സ്, ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രമാണ് ഇവ. ഇവയെ വവൽസ് എന്ന് മനസ്സിലാക്കി പഠിക്കുന്നത് തെറ്റാണ്. അങ്ങനെ തെറ്റാണെങ്കിൽ ശരിയായിട്ടുള്ള വവൽസ് ഏതാണ് അത് പറയാം. അതിനു മുമ്പ് എന്താണ് ഈ വവൽസ് എന്നറിയണ്ടേ? വവൽസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സ്വരാക്ഷരങ്ങൾ എന്ന് പറയും. മലയാളത്തിൽ ഇവ അക്ഷരങ്ങളാണെങ്കിലും ഇംഗ്ലീഷിൽ ഇവ സ്വരങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങളാണ്, സ്വരശബ്ദങ്ങൾ. മലയാളത്തിൽ നമ്മൾ സ്വരാക്ഷരങ്ങളെന്നും വ്യഞ്ജനാക്ഷരങ്ങളെന്നും പഠിക്കുന്നില്ലേ? ആ ഇ ഉ ഇവയെ സ്വരാക്ഷരങ്ങളെന്നും കായ്ക്ക ഗായ്ക്ക ചായച്ച ചായച്ച ഇത്തരത്തിലുള്ളവയെ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളും എന്ന് പറഞ്ഞ് പഠിക്കാറില്ലേ? അതേപോലെ തന്നെ ഇംഗ്ലീഷിലും സ്വരശബ്ദങ്ങളും വ്യഞ്ജന ശബ്ദങ്ങളുമുണ്ട്, അക്ഷരങ്ങളല്ല. നമ്മൾ പഠിക്കുന്ന അക്ഷരങ്ങളാണ് ABCD, അതേപോലെ AEIOU എല്ലാം. അവയല്ല യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിലെ വവൽസും കോൺസണൻസും. ഇംഗ്ലീഷിൽ 12ഓളം വവൽ ശബ്ദങ്ങളും 24ഓളം കോൺസണന്റ് ശബ്ദങ്ങളുമാണ് ഉള്ളത്. ഇനി എന്താണ് ഈ വവൽ ശബ്ദങ്ങൾ, അതേപോലെ കോൺസണന്റ് ശബ്ദങ്ങൾ? എന്തുകൊണ്ടാണ് ഇവയെ നമ്മൾ വവൽ എന്നും കോൺസണന്റ് എന്നും തരംതിരിക്കുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പറയാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം വവൽസും കോൺസണൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മുടെ സംഭാഷണ പ്രക്രിയയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എങ്ങനെയാണ് ഒരു വേർഡ്, ഒരു ശബ്ദം പുറത്തേക്ക് എടുക്കുന്നത്? അതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ലങ്ങെയർ അല്ലെങ്കിൽ വോക്കൽ കോഡ്സ് അഥവാ ഈ വിൻഡ് പൈപ്പ്, ഈ ഭാഗത്തുനിന്ന് പുറത്തേക്ക് വരുന്ന വായു, ഊർജം, അതാണ് നമ്മുടെ എല്ലാ സംഭാഷണങ്ങളുടെയും റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. പുറത്തേക്ക് വരുന്ന ഈ വായു 2 രീതിയിൽ പുറത്തേക്ക് വരാം. ഒന്ന് വായിലൂടെയും വരാം, മറ്റൊന്ന് മൂക്കിലൂടെയും വരാം. ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്ന ഈ വായു അത് ചില സമയത്ത് വളരെ എളുപ്പത്തിൽ പുറത്തേക്ക് വരും. എന്ന് പറഞ്ഞാൽ ചില ശബ്ദങ്ങൾ പറയുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ വായുവിനെ പുറത്തേക്ക് കടത്തിവിടാൻ പറ്റും. ഉദാഹരണം ആ, ഈ, ഊ, ഇതൊക്കെ പ്രത്യേകിച്ച് ഒരു തടസ്സമില്ലാതെ വളരെ സ്മൂത്തായിട്ട് ഈ എയർ പുറത്തേക്ക് വരുന്നുണ്ട് അല്ലേ? എന്നാൽ ചില ശബ്ദങ്ങൾ പറയുമ്പോൾ നമുക്ക് അത്ര എളുപ്പത്തിൽ ഈ വായുവിനെ പുറത്തേക്ക് തള്ളാൻ പറ്റില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ സ് എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലേ പൂർണ്ണമായിട്ടും എയർ വരുന്നില്ല, എവിടെയോ ഒന്ന് ഒരതിയാണത് വരുന്നത്. പിന്നെ റ്, ല, ക,
പ പ എന്നൊക്കെ പറയുമ്പം ശരിക്കും നമ്മുടെ രണ്ട് ചൊടികൾ അടയുന്നുണ്ട്. അടഞ്ഞതിന് ശേഷം തുറന്നിട്ടാണ് ഈ എയർ പുറത്തേക്ക് വിടുന്നത്. സോ വി മീൻ ദർ ഈസ് എൻ ഒബ്സ്ട്രക്ഷൻ അല്ലേ? അവിടെ ഒരു എന്തോ ചില തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഇഫ് ദി എയർ കംസ് ഔട്ട് വിത്ത് ആൻ ഒബ്സ്ട്രക്ഷൻ we call those sounds consonants, and if the air comes out without any obstruction, without any friction, we call it vowel sounds. അപ്പം ഇംഗ്ലീഷിൽ 12ഓളം വോവൽസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏതൊക്കെയാണ് ഈ വോവൽസ് എന്ന് നോക്കാം. ഇതിൽ 10 നമ്മൾ മലയാളികൾക്ക് നല്ല പരിചയമുള്ള ശബ്ദങ്ങളാണ്. അത് ഏതൊക്കെയാണെന്ന് പറയാം. ആ, ഈ, ഊ, എ, ഓ. ഇനി ഇതിൻ്റെ എല്ലാം ദീർഘമുള്ള ശബ്ദങ്ങളും എന്ന് പറഞ്ഞാൽ ആ, ആ, ഇ, ഉ, ഊ, എ, ഓ, ഓ. അപ്പം ഇങ്ങനെ 10 ഇനി 2 കൂടിയുണ്ട് 12 അവസാനത്തെ ഈ 2 നമ്മൾ മലയാളികൾക്ക് അത്ര പരിചയമുള്ള ഒരു ശബ്ദമല്ല. അതായത് അത് ഉച്ചരിക്കാൻ നമുക്കൊരല്പം ബുദ്ധിമുട്ടുണ്ട്. യൂറോപ്യൻസിന് പക്ഷേ നല്ലതുപോലെ വഴങ്ങുന്ന 2 ശബ്ദങ്ങളാണിത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഞാൻ ആ ശബ്ദ ഉച്ചാരണം കൃത്യമായിട്ടല്ല പറയുന്നത്, ഒരു ശ്രമം മാത്രമാണ്. ഇപ്പം നമ്മൾ ക്യാറ്റ് എന്നുള്ള വേർഡ് പറയുന്നില്ലേ, CAT അല്ലേ? ഇതിന് 3 അക്ഷരങ്ങളുണ്ട്. സിയുമുണ്ട്, എയുമുണ്ട്, ടിയുമുണ്ട്. ഇതിൻ്റെ ഉച്ചാരണം നമ്മൾ ഫോണറ്റിക് സ്ക്രിപ്റ്റിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? ഉച്ചാരണ ശബ്ദങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ക്യാറ്റിൽ ഫസ്റ്റ് സൗണ്ട് ക ആണ്, അവസാനത്തെ സൗണ്ട് ട് ആണ്. നടുക്കുള്ള സൗണ്ട് ഏതാ? കേട്ട്. ഇതിൻ്റെ രണ്ടിനും നടുക്കുള്ളത് ക്യാറ്റ് അല്ലേ? അയ എന്ന് പറഞ്ഞാൽ ആയും യായും ഇടകലർന്ന ഒരു ശബ്ദം. അങ്ങനെയും പറയാൻ പറ്റും. അതെന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. പല വാക്കുകളിലും പല രീതിയിലാണ് ഈ സൗണ്ട് പലപ്പോഴും വരാറുള്ളത്. മീൻസ് നമുക്ക് അങ്ങനെ പറ്റുന്നുള്ളൂ. ഇപ്പം ക്യാറ്റ്, ബാറ്റ്. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ശബ്ദം എന്ന് പറയുന്നത് ഇത് മലയാളത്തിലില്ല. ഇത് നമ്മൾ ഇംഗ്ലീഷ് ലെറ്ററിലെ ഇ എന്ന് പറയുന്ന ലെറ്റർ അത് തല തിരിച്ചെഴുതിയാൽ എങ്ങനെ ഇരിക്കുമോ അതാണ് എ. ഇതിൻ്റെ ഉച്ചാരണം വരുന്നത് എ എന്ന് പറഞ്ഞാൽ എ എന്നല്ല. ഞാൻ എ എന്ന് പറയുന്ന ശബ്ദത്തെ 3 നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്ന് എ, അതിനോടൊരല്പം ദീർഘം കൂട്ടിയാൽ എ എന്ന് പറയും. അതായത് എ. ഇനി എ എന്ന് പറയുന്ന ബേസിക് സൗണ്ടോട് കൂടി നമ്മൾ ദീർഘം കൂട്ടുന്നതിന് പകരം അതിന് ദീർഘം കുറച്ചാൽ എന്തായിരിക്കും? എ. അതായത് 3 ലെവലിൽ എ എന്ന സൗണ്ടിനെ നമുക്ക് കാണാം. എ. ഇതിൽ എ എന്ന് പറയുന്ന ദീർഘം കുറഞ്ഞ ശബ്ദം എ, അത് വരുന്ന വാക്കുകൾ ഞാൻ ഒന്ന് പറയാം. എബൌട്ട്. ശരിക്കും പറയേണ്ടത് എബൌട്ട് എന്നല്ല. എ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആ വേർഡിൽ ഉച്ചാരണത്തിൽ എ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതായത് ബൗട്ട്. എഗെയിൻ അല്ല, ഗെയിൻ. ഓക്കെ, സി എഗെയിൻ, എബൌട്ട്, എഗെയിൻ. ഇങ്ങനെ ദീർഘം കുറഞ്ഞ രീതിയിൽ വേണം നമ്മൾ എ എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിക്കാൻ. അപ്പം ഇങ്ങനെ 12ഓളം വോവൽസ് ആണ് ഇംഗ്ലീഷിൽ ശരിക്കും ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിട്ട് തോന്നുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ പരിചയത്തിലുള്ള കുട്ടികൾക്കുമൊക്കെ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അത് അവർക്കും അതുപോലെ തന്നെ എനിക്കും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഗ്രാമറിലെ നല്ല നല്ല വിഷയങ്ങളുമായി ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഓൾ.